ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വാക്യശുദ്ധിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പദശുദ്ധിയുടെ ക്ലാസ് ആയിരുന്നു, അതായത് ഒരു വാക്കിലെ തെറ്റുകളായിരുന്നു. ഇന്ന് വാക്യങ്ങൾ, ഒരു വാചകത്തിൽ എന്തൊക്കെ തെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നാൽ അതിൽ ഏതാണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാമെന്നുള്ളതാണ്. കുറച്ച് ഒരു വാചകം തരും, അതിൽ കുറച്ച് തെറ്റുകൾ കണ്ടുപിടിക്കും, തെറ്റുണ്ടോ ശരിയാണോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകളുടെ ശരിയായ വാചകം ഏത് എന്ന് തിരഞ്ഞെടുക്കുക. അങ്ങനെയുള്ള ഭാഗത്തിനാണ് നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള പഠനമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. വാക്യശുദ്ധിയുടെ ആദ്യ ഭാഗം. ചന്തുമേനോനാൽ എഴുതപ്പെട്ട നോവലാണ് ഇന്ദുലേഖ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ തെറ്റുണ്ടോ നോക്കാം, അല്ലെങ്കിൽ ശരിയായ പദം ഏതാണെന്ന് നോക്കാം. ചന്തുമേനോനാൽ എഴുതപ്പെട്ട എന്നുള്ള രീതിയിലല്ല നമ്മൾ പ്രയോഗിക്കുക, നമ്മൾ ഡയറക്റ്റ് സ്പീച്ചായിട്ടാണ് ഉപയോഗിക്കുക. ചന്തുമേനോൻ എഴുതിയ നോവലാണ് ഇന്ദുലേഖ. അല്ല, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴാണ് ഈ എഴുതപ്പെട്ട എന്നൊക്കെ വാക്കുകൾ വരുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ചന്തുമേനോൻ എഴുതിയ നോവലാണ് ഇന്ദുലേഖ, അത് മതി. രണ്ടാമത്തത്, അവളുടെ സംസാരം എൻ്റെ കണ്ണു നിറയിപ്പിക്കുന്നതായിരുന്നു. അതിൽ എന്താണ് നിറയിപ്പിക്കുന്നതായിരുന്നു എന്നുള്ളതൊന്നും അങ്ങനെ എഴുതാറില്ല. നിറയ്ക്കുന്നതായിരുന്നു. അവളുടെ സംസാരം എൻ്റെ കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു. അവരവരുടെ ജോലി അവരവർ വേണം ചെയ്യേണ്ടത്. അതിൻ്റെ ശരിയായ പ്രയോഗം അവരവരുടെ ജോലി അവരവർ വേണം ചെയ്യാൻ. പ്രധാനമന്ത്രി കേരളത്തിലെത്തുകയും സർവകലാശാലാ പ്രവർത്തനങ്ങൾ സുഗമമാക്കുവാൻ വേണ്ട സൗകര്യങ്ങളുടെ ഉദ്ഘാടനം നടത്തുന്നതിനും ചെയ്തു. അപ്പോൾ ഇതിലെന്താണ് നമുക്ക് മിസ്റ്റേക്ക് എന്താണെന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയായി ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, നടത്തുന്നതിനും, അവിടെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ചില സെൻറ്റൻസുകൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിലവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നത്. ചിലത് കുറച്ച് കൺഫ്യൂഷനായിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ വായിക്കുമ്പോൾ തന്നെ അറിയാം, ഉദ്ഘാടനം നടത്തുന്നതിനും ചെയ്തു എന്ന് പ്രയോഗിക്കാറില്ല. പ്രധാനമന്ത്രി കേരളത്തിലെത്തുകയും സർവകലാശാലാ പ്രവർത്തനങ്ങൾ സുഗമമാക്കുവാൻ വേണ്ട സൗകര്യങ്ങളുടെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. മഴ പെയ്തതോട് ദുഷ്കരം പിടിച്ച യാത്ര ചെയ്യേണ്ടി വന്നു. മഴ പെയ്തതോടെ ദുഷ്കരം പിടിച്ചാന്ന് വേണ്ട, ദുഷ്കരമായ യാത്ര ചെയ്യേണ്ടി വന്നു. ഗുജറാത്ത് ഭൂകമ്പത്തെ പറ്റിയുള്ള വാർത്ത ആരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഞെട്ടിപ്പിക്കുക എന്ന് എഴുതണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ ഞെട്ടിപ്പിക്കുക എന്ന് എഴുതാറില്ല, ഞെട്ടിക്കുന്നതായിരുന്നു. ഗുജറാത്ത് ഭൂകമ്പത്തെ പറ്റിയുള്ള വാർത്ത ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. മലയാള സാഹിത്യത്തിന് എഴുത്തച്ഛൻ നൽകിയ സംഭാവന മഹത്തരമാണ്. മലയാള സാഹിത്യത്തിന് എഴുത്തച്ഛൻ നൽകിയ സംഭാവന മഹത്താണ്. അത്രയും മതി. പഠിപ്പുള്ള അഭ്യസ്ത വിദ്യർക്കിടയിലുമുണ്ട് അന്ധവിശ്വാസികൾ. ഈ അഭ്യസ്ത വിദ്യർ എന്ന് പറഞ്ഞാൽ പഠിപ്പുള്ളവരാണ്. അപ്പോൾ അത് 2 പ്രാവശ്യം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അഭ്യസ്ത വിദ്യർക്കിടയിലുമുണ്ട് അന്ധവിശ്വാസികൾ, അതിൻ്റെ ആവശ്യമുള്ളൂ. പഠിപ്പുള്ളതും അഭ്യസ്ത വിദ്യരും ഒന്ന് തന്നെയാണ്. ഗാന്ധിജി അതുവരെ അധകൃതർ എന്ന് പറഞ്ഞവരെ ഹരിജനങ്ങൾ എന്ന് വിളിച്ചതും ഇതുകൊണ്ടാണ്. അതുവരെ അധകൃതർ എന്ന് പറഞ്ഞവരെ ഗാന്ധിജി ഹരിജനങ്ങൾ എന്ന് വിളിച്ചതും ഇതുകൊണ്ടാണ് എന്നാണ് ശരിയായ പ്രയോഗം. ആദ്യത്തെ പ്രയോഗം അനുസരിച്ച് വന്നാൽ ഗാന്ധിജി ആദ്യം അധകൃതർ എന്ന് വിളിച്ചു, പിന്നെ അവരെ ഹരിജനങ്ങൾ എന്ന് വിളിച്ചു എന്നാണ് അർത്ഥം വരിക. ശരിക്കും അതല്ല ഉദ്ദേശിക്കുന്നത്. അതുവരെ, അതിനു മുമ്പ് അധകൃതർ എന്നായിരുന്നു അവരെ വിളിച്ചിരുന്നത്, അവരെ ഗാന്ധിജി ഹരിജനങ്ങൾ എന്ന് വിളിച്ചു എന്നാണ് വേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ശരിയായ പ്രയോഗം അതായത് ആദ്യത്തെ പ്രയോഗത്തിൽ പറയുന്ന അർത്ഥം ശരിയല്ല, തെറ്റായ അർത്ഥമാണ് വരിക. മറ്റു രാജ്യങ്ങളിൽ നിന്ന് പാലുൽപാദനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഈ ഉടമ്പടിയിൽ വ്യവസ്ഥയുണ്ട്. പാലുൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിനെയാണ് ഇറക്കുമതി എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടാമത് പ്രയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. പാലുൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഈ ഉടമ്പടിയിൽ വ്യവസ്ഥയുണ്ട് എന്നാണ് വരേണ്ടത്. ഇന്നത്തെ തൊഴിലില്ലായ്മയെപ്പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഞങ്ങൾ തീരുമാനിച്ചു.
ഈ പ്രത്യേകിച്ച് എടുത്തു പറയാൻ എന്നുള്ളത് പ്രത്യേകിച്ച് പറയുന്നതും എടുത്തു പറയുന്നതും ഒന്ന് തന്നെയാണ്. ഇന്നത്തെ തൊഴിലില്ലായ്മയെ പറ്റി എടുത്തു പറയാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതാണ് ശരിയായ പ്രയോഗം. സി അച്യുതമേനോൻ ഒരു സമർത്ഥനായ മുഖ്യമന്ത്രിയായിരുന്നു. അതിൻ്റെ ശരിയായ പ്രയോഗം സി അച്യുതമേനോൻ സമർത്ഥനായ മുഖ്യമന്ത്രിയായിരുന്നു. അത് മതി, ഒരു ആവശ്യമില്ല. ചിലത് എടുത്തിങ്ങനെ പറയേണ്ടത് വേണ്ട. 2 വാക്ക്. ഓണാഘോഷ പരിപാടി വളരെ ആകർഷണീയമായി എന്നല്ല, ആകർഷകമായി. ഓണാഘോഷ പരിപാടികൾ വളരെ ആകർഷകമായി. ഏകാധിപതികളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. അതിൻ്റെ ശരിയായ പ്രയോഗം ഏകാധിപതികളെ എതിർക്കുക തന്നെ വേണം, തീർച്ചയായും വേണ്ട. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് രാഷ്ട്രീയപരവും സാമ്പത്തികപരവും സാംസ്കാരികപരവുമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നെഴുതിയാൽ മതി. പ്രതിമാസം 2000 രൂപയിൽ കുറഞ്ഞ മാസവരുമാനമുള്ളവർക്ക് ജീവിതം വളരെ കഷ്ടകരമായിരിക്കും. 2000 രൂപയിൽ കുറഞ്ഞ മാസവരുമാനമുള്ളവർക്ക്, അതായത് പ്രതിമാസവും മാസവരുമാനവും 2 പ്രാവശ്യം എഴുതുന്ന പോലെയാണ്. ഒരു മാസത്തിൽ അത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. 2000 രൂപയിൽ കുറഞ്ഞ മാസവരുമാനമുള്ളവർക്ക് ജീവിതം വളരെ കഷ്ടകരമായിരിക്കും. ഞങ്ങളെ പരിക്കുകളോടെ ഓടിക്കൂടിയ ജനങ്ങളാണ് രക്ഷപ്പെടുത്തിയത്. അതായത് പരിക്കുകളോടെ ഓടിക്കൂടിയ ജനങ്ങൾ എന്നല്ല, ജനങ്ങൾക്കല്ല പരിക്ക് പറ്റിയത്, ഞങ്ങൾക്കാണ് പരിക്ക് പറ്റിയത്. അപ്പോൾ എന്താ, ഓടിക്കൂടിയ ജനങ്ങളാണ് ഞങ്ങളെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയത്. അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് വലിപ്പമുള്ള ഉദ്യോഗാർത്ഥിയുടെ ഫോട്ടോ കൂടി അയക്കണം. അപേക്ഷയോടൊപ്പം ഉദ്യോഗാർത്ഥിയുടെ പാസ്പോർട്ട് വലിപ്പമുള്ള, അതായത് ഫോട്ടോയുടെ വലിപ്പമാണ് നമ്മൾ പാസ്പോർട്ട് വലിപ്പം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഫോട്ടോയുടെ വലിപ്പമാണ്. പക്ഷേ ഇത് ആദ്യത്തെ സെൻറ്റൻസ് പ്രകാരം ഉദ്യോഗാർത്ഥിയുടെ വലിപ്പം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അപേക്ഷയോടൊപ്പം ഉദ്യോഗാർത്ഥിയുടെ പാസ്പോർട്ട് വലിപ്പമുള്ള ഫോട്ടോയുടെ വലിപ്പമാണ് പാസ്പോർട്ട് വലിപ്പം. പാസ്പോർട്ട് വലിപ്പമുള്ള ഫോട്ടോ കൂടി അയക്കണം. അങ്ങനെയാണ് യഥാർത്ഥ പ്രയോഗം.